ചെറിയ പിക്കപ്പ് വാഹനങ്ങൾ കൊണ്ട് വലിയ ടാങ്കറുകളും ഹെലികോപ്റ്ററുകളും നിലംപറ്റിച്ച യുദ്ധത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ചരിത്രത്തിലെ അപൂർവമായ ഒരു യുദ്ധം, ഒരു കാർ ബ്രാൻഡിന്റെ പേരിൽ ലോകം ഓർത്തിരിക്കുന്ന യുദ്ധം നടക്കുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ്. അതെ, മണലും മരുഭൂമികളും നിറഞ്ഞ ആഫ്രിക്കൻ വൻകരി. 1980കളിൽ ആഫ്രിക്കയിലെ താരതമ്യേന ചെറിയ രാജ്യമായ ചാഡിനെ അയൽ രാജ്യമായ ലിബിയ ആക്രമിച്ചു. ഗോഡായ ട്രയാങ്കിൾ, ഹൗസോ പ്രദേശങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ എല്ലാം പിടിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയതായിരുന്നു ലിബിയൻ നേതാവ് മുഅമ്മർ ഗദ്ദാഫി. യുദ്ധം മുറുകി. ചാഡിന്റെ വടക്കൻ പ്രദേശങ്ങൾ ലിബിയ പിടിച്ചെടുത്തു. പക്ഷേ ഫ്രാൻസിന്റെ പിന്തുണയോടെ ചാഡ് ശക്തമായി തിരിച്ചടിച്ചു. വലിയ ടാങ്കറുകളും ഹെലികോപ്റ്ററുകളുമൊക്കെയായി ലിബിയ കളം നിറഞ്ഞ് കളിക്കുകയാണ്. പക്ഷേ ചാഡ് സൈന്യം എടുത്ത തീരുമാനം വ്യത്യസ്തമായിരുന്നു. ടൊയോട്ട ഹൈലക്സ്, ലാൻഡ് ക്രൂസർ പോലുള്ള ചെറിയ 4x4 പിക്കപ്പുകൾ ആയുധവാഹനങ്ങളാക്കി മാറ്റി. വേഗം, ചിലവ് കുറവ്, മരുഭൂമിയിലൂടെ എളുപ്പം സഞ്ചരിക്കാം എന്നിവയൊക്കെയായിരുന്നു തീരുമാനത്തിന്റെ പിന്നിൽ. മെഷീൻ ഗണ്ണുകളും ആന്റി ടാങ്ക് മിസൈലുകളും ഘടിപ്പിച്ച് ഗറില്ല രീതിയിൽ ചാഡ് ആക്രമണം നടത്തി. ലിബിയൻ സൈന്യത്തിന്റെ വലിയ ടാങ്കറുകൾക്കും എയർഫോഴ്സിനും മുന്നിൽ ചാഡ് സൈന്യത്തിന്റെ അപ്രതീക്ഷിത തിരിച്ചടിയിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. 1987-ൽ ചാഡിന്റെ സൈന്യം ടൊയോട്ടകളിൽ കയറി ഫദ, വാദി ദൂം പോലുള്ള പ്രധാന കേന്ദ്രങ്ങൾ പിടിച്ചെടുത്തു. 10,000-ലധികം വരുന്ന സൈനികരെ പിൻവാങ്ങാൻ നിർബന്ധിതരാക്കി. ലിബിയയുടെ 300-ലധികം ടാങ്കറുകളും വാഹനങ്ങളും തകർത്തു. മരുഭൂമിയിൽ വേഗവും തന്ത്രവുമാണ് വിജയത്തിന്റെ താക്കോൽ എന്ന് ലോകത്തിന് ചാഡ് സൈന്യം കാട്ടിക്കൊടുത്തു. ചാഡ് അതിർത്തികൾ തിരിച്ചുപിടിച്ചതോടെ യുദ്ധം അവസാനിപ്പിച്ചു. ടൊയോട്ടോ വാർ എന്ന് ചരിത്രം ഈ യുദ്ധത്തെ വിശേഷിപ്പിച്ചു. ഇന്നും ചെറുവാഹനങ്ങൾ, പ്രത്യേകിച്ച് ടൊയോട്ട ഹൈലക്സ്, ലാൻഡ് ക്രൂസർ മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും ഗറില്ല സംഘങ്ങൾക്കും സൈന്യങ്ങൾക്കും പ്രിയപ്പെട്ടതാണ്.